السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, നാട്ടുകാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിച്ച് വളർന്ന് 40 വയസ്സായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് എന്ന അബ്ദുള്ളയുടെയും ആമിനയുടെയും പുത്രനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൂതൻ, നബിയുള്ള എന്ന ഒരു വിശേഷണം കൂടി അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അള്ളാഹുവിന് സൃഷ്ടികളോട് നൽകാനുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അതിന്റെ വഹിയായ ഖുർആനും അതിന്റെ വിശദീകരണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ജനങ്ങൾക്ക് പഠിപ്പിച്ച് ഓതിക്കൊടുത്ത് വിശദീകരിച്ച് അവരെ സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി മക്കയിൽ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ചിത്രം എന്താണ് എന്ന് പരിശോധിച്ചാൽ, അള്ളാഹുവിനെക്കുറിച്ച് അറിയാത്തവരോ കേൾക്കാത്തവരോ മനസ്സിലാക്കാത്തവരോ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരോ ആയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നിപ്പോ ചില ആളുകൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അറബികൾ അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നില്ല, അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. അവർ വിശ്വസിച്ചിരുന്നത് ഒരു വലിയ അള്ളാഹു, പിന്നെ അതിന്റെ കീഴിൽ കുറെ കുട്ടി അള്ളാക്കൾ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പ്രസംഗിച്ചതാണ്. ഒരു വലിയ ദൈവവും വേറെ കുറെ ചെറിയ ദൈവങ്ങളും, അങ്ങനെ ഒരു ദൈവിക സഭയിലാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചത്, അല്ലെങ്കിൽ മക്കയിലെ അറബികൾ വിശ്വസിച്ചത് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം ഞങ്ങൾക്കില്ല, ഞങ്ങൾ അള്ളാഹുവിനെ അംഗീകരിക്കുകയും അവരെ വിശ്വസിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എന്നാൽ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ നബി ജനിച്ചു വളർന്ന നാട്ടിൽ ഉണ്ടായിരുന്ന അറബികളായ ആളുകൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയവരാണ് എന്ന് മാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാരാണ്, നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ ആരാണ്, നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നവൻ ആരാണ്, നിങ്ങൾക്ക് ചെടികളും സസ്യലതാദികളും മുളപ്പിച്ചു തന്ന് അതിൽ കായ്കനികൾ ഉണ്ടാക്കുന്നത് ആരാണ്, ലോകം നിയന്ത്രിക്കുന്നതാരാണ്, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നതാരാണ്, ഇതൊക്കെ ഖുർആനിൽ ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മക്കയിലെ അറബികളായ ആളുകൾ നൽകിയിട്ടുള്ള മറുപടി ലയഖൂലുന്നല്ലാഹ്, അള്ളാഹു തന്നെയാകുന്നു എന്നവർ പറഞ്ഞിരുന്നു. ഇത് ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ കാണാം. ഞാൻ സമയം കുറവായതുകൊണ്ട് ഒരൊറ്റൊന്ന് മാത്രം പറഞ്ഞു പോകാൻ. ലയഖൂലുന്നല്ലാഹ്, അള്ളാഹുവാണ് ഇതൊക്കെ സൃഷ്ടിച്ചതും സംവിധാനിച്ചതും പരിപാലിക്കുന്നതും, ഇതിലൊന്നും വേറെ ആർക്കും ഒരു പങ്കുമില്ല. അപ്പോ സൃഷ്ടാവുണ്ടെന്നും സൃഷ്ടാവ് ഏകനാണെന്നും ലോകത്തിന് 2 സൃഷ്ടാവില്ലെന്നും മക്കയിലെ അറബികൾ വിശ്വസിച്ചിരുന്നു എന്ന് മാത്രമല്ല, അവർ വളരെ അടിയന്തരമായ ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചിരുന്ന ആളുകളാണ്. ഇത് സൂറത്തുൽ ലുഖ്മാനിലും അതല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. കപ്പലിൽ കയറുകയും അങ്ങനെ കപ്പൽ തിരമാലകൾക്കുള്ളിൽ അകപ്പെടുകയും കാറ്റും കോളും ഉണ്ടാവുകയും കപ്പൽ മുങ്ങിപ്പോവുകയും ചെയ്യും എന്ന് വന്നാൽ അവർ പ്രാർത്ഥിച്ചിരുന്നത്, കരയിൽ വെച്ച് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച ആളുകൾ കടലിൽ വെച്ച് ഇതൊരു അടിയന്തര ഘട്ടമാണ്, എമർജൻസി ഘട്ടമാണ്, ഇവിടെ രക്ഷപ്പെടുത്താൻ അള്ളാഹു അല്ലാത്ത ആരുമില്ല എന്നതുകൊണ്ട് മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കത്തെ അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് തന്നെയായിരുന്നു അവർ ദുആ ചെയ്തിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇത് ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ആയത്തുകളിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോ അള്ളാഹുവിനോട് വളരെ അനിവാര്യ ഘട്ടങ്ങളിൽ അവനോട് മാത്രം പ്രാർത്ഥിച്ച ആളുകളാണ് മക്കയിലെ അറബികൾ. പിന്നെയോ
അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതനുസരിച്ച് ഇതിലെ നമസ്കാര രീതികളുണ്ട്, സ്വലാത്തുണ്ട് എന്നവർ മനസ്സിലാക്കിയിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംഫാലിലെ 35-ാമത്തെ വചനത്തിൽ വാകാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുകാഅൻ വ തസ്തിയ, കഅബാലയത്തിന്റെ അടുക്കൽ വെച്ച് മക്കയിലെ അറബികൾ നമസ്കരിച്ച നമസ്കാരം എന്ന് പറയുന്നത് ചില കൈകൊട്ടുകളും ശബ്ദമുണ്ടാക്കലും ചൂളം വിളിയുമായിരുന്നു. അപ്പൊ ഒരു രീതിയിലുള്ള നമസ്കാരം അവർക്കുണ്ട്, അവർ നമസ്കരിക്കാറുണ്ടായിരുന്നു. ഇന്നത്തേതുപോലെയല്ല മാത്രം, വേറെ ഒരു നമസ്കാരം അവർക്കുണ്ട്. അത് എവിടുന്ന് കിട്ടി? ഇനി അവർ കൃഷി ചെയ്തു, കന്നുകാലികളെ വളർത്തി. ഇതിൽ നിന്നൊക്കെ വിഭവങ്ങൾ കിട്ടുമ്പോൾ അവർ അതിൽ നിന്നുള്ള ഒരു വിഹിതം നേർച്ചയാക്കും. ആർക്കാ നേർച്ചയാക്കുന്നത്? ഒരു വിഹിതം അള്ളാഹുവിന്. അപ്പൊ നമ്മളൊരു തെങ്ങ് കുഴിച്ചിട്ടുണ്ടാക്കിയായിരിക്കും, ഒരു തെങ്ങുണ്ടായി, ഒരു മാവുണ്ടായി. അതിൽ ആദ്യമായി കായ ഉണ്ടാവുമ്പോ നാടുകളിലൊക്കെ ഒരു സമ്പ്രദായം കാണാം, ആദ്യം ഉണ്ടാകുന്ന ഉൽപ്പന്നം അത് പള്ളിയിലേക്ക് നേർച്ചയാക്കും, പള്ളിക്ക് സംഭാവന. തേങ്ങ ഉണ്ടായാൽ ആ തേങ്ങ മുഴുവൻ, മാങ്ങ ഉണ്ടാവുമ്പോ അതിൽ കുറെ മാങ്ങ പള്ളിക്ക്. ഇത് എല്ലാ നാട്ടിലുള്ളതാണ്, ഇവിടെയും കാണണം. ഇവര് അങ്ങനെയല്ല, ഉണ്ടാകുമ്പോഴൊക്കെ അതിന്റെ ഒരു വിഹിതം. ഒട്ടകം പ്രസവിച്ചാൽ, ഇത്ര കുഞ്ഞിനെ പ്രസവിച്ചാൽ, അതിൽ കുഞ്ഞിന് ഇത്ര വയസ്സായാൽ, ആണാണെങ്കിൽ ഇത്ര, പെണ്ണാണെങ്കിൽ ഇത്ര, ഇങ്ങനെയൊക്കെ പ്രത്യേകമായ കണക്കുകൾ ഉണ്ടാക്കി ഒരു വിഹിതം അള്ളാഹുവിന് നേർച്ചയാക്കുകയും മറ്റൊരു വിഹിതം അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നേർച്ചയാക്കുകയും ചെയ്തു. അപ്പൊ അള്ളാഹു അവർ നേർച്ചയാക്കിയിട്ടുണ്ട്. ഇത് സൂറത്തുൽ അംഫാലിലെ 136-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. വഖാലു, കന്നുകാലികളെയും കാർഷിക ഉൽപ്പന്നങ്ങളെയും നേർച്ചയാക്കിക്കൊണ്ടവർ പറയും ഇത് അള്ളാഹുവിനുള്ളതാകുന്നു. അപ്പൊ എന്താ? നേർച്ചയുണ്ട്, ധർമ്മമുണ്ട്, സദഖയുണ്ട്, അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. പിന്നെയോ അവർ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുമ്പോൾ അവർ നൽകിയിരുന്ന മറുപടി ഇതൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നല്ല, ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, മറിച്ച് വൈദാ ഫഅലു ഫാഹിഷതൻ ഖാലു വജദ്നാ അലൈഹി ആബാഅന വല്ലാഹു അമറനാ ബിഹാ. സൂറത്തുൽ അഅറാഫിലെ 28-ാമത്തെ ആയത്തിൽ കാണാം. അവർ മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്താൽ, മ്ലേച്ഛം എന്ന് നബി പറഞ്ഞത് ഇസ്ലാം കൽപ്പിക്കാത്ത കാര്യങ്ങൾ എന്നതുകൊണ്ടാണ്. അപ്പൊ ഈ പറഞ്ഞ ഏത് കാര്യങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിനുള്ള അവരുടെ മറുപടി ഞങ്ങളുടെ ബാപ്പമാർ, പിതാക്കന്മാർ ഇങ്ങനെയാണ് ചെയ്തത്, പാരമ്പര്യം ഇങ്ങനെയാണ്. ഞങ്ങളുടെ വാപ്പ, അതിന്റെ വാപ്പ, അതിന്റെ വാപ്പ, അതിന്റെ വാപ്പ, അങ്ങനെ പഴയെടുക്കെത്തും, ഇബ്രാഹിം നബിയിലേക്കെത്തും, ഇസ്മായിൽ നബിയിലേക്കെത്തും. അവരൊക്കെ ചെയ്തത് പാരമ്പര്യമായി കിട്ടിയതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആളുകളോട് നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അവരെന്താ പറയാ? ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഞങ്ങളുടെ വാപ്പ ചെയ്തു, അതിന്റെ വാപ്പ ചെയ്തു, അങ്ങനെ നബിയിൽ നിന്ന് കിട്ടി, പാരമ്പര്യമായി കിട്ടിയതാണ്. അപ്പൊ ഈ പാരമ്പര്യവാദം അവർ ഉന്നയിച്ചു എന്ന് മാത്രമല്ല പറയുന്നത്, അതിനുശേഷമുള്ളൊരു വാചകമാണ് വല്ലാഹു അമറനാ ബിഹാ. ഞങ്ങൾ ഇച്ഛയുന്ന കാര്യം ഞങ്ങളോട് ചെയ്യാൻ കൽപ്പിച്ചത് അള്ളാഹു ആകുന്നു എന്ന് നബിയിൽ വിശ്വസിച്ചിട്ടില്ലാത്ത മക്കയിലെ അബൂജഹലും ഉത്ബയും ഷെയ്ബയും അതുപോലെ തന്നെ അബൂലഹബും അടക്കമുള്ള ആളുകൾ പറഞ്ഞു ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളാണ്. അതിനർത്ഥം എന്താ? അള്ളാഹു ഉണ്ട്, അള്ളാഹു കൽപ്പിച്ചതനുസരിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ അള്ളാഹുവിന്റെ മതത്തിന്റെ ആളുകളാകുന്നു. നമ്മൾ നോൽക്കുന്ന ആശൂറ നോമ്പുണ്ട്, മുഹറം 10 നോമ്പ്. ഈ മുഹറം 10 നോമ്പ് നബി തുടങ്ങിയതല്ല, മക്കയിലെ ജൂതന്മാർ ഈ നോമ്പ് നോറ്റിരുന്നു, ഹദീസിലുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാകുന്നതിന്റെ മുമ്പും മക്കയിലെ അറബികൾ ഈ നോമ്പ് നോറ്റിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ 1893 നമ്പർ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ആ ആളുകൾ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ജാഹിലിയത്തിലെ അറബികൾ, ഖുറൈശികൾ ആശൂറ നോമ്പ് നോറ്റിരുന്നു. യൗമ ആശൂറ ഫിൽ ജാഹിലിയ. ഇസ്ലാമിലല്ല, നബി വരുന്നതിന് മുമ്പേ ആശൂറ നോമ്പ് നോറ്റിട്ടുണ്ട്. ആ ആശൂറ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു. അപ്പൊ അത് അവരുണ്ടാക്കിയതാണോ? അല്ല. ജാഹിലിയത്തിൽ നബിയാകുന്നതിന് മുമ്പേ മക്കയിലെ അറബികൾ ആശൂറ നോമ്പ് നോറ്റിട്ടുണ്ട്. അവർ ഉംറ നിർവഹിച്ചിട്ടുണ്ട്, ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. ആര്? നബി പഠിപ്പിച്ചതല്ല, നേരത്തെ കിട്ടിയത് ഇബ്രാഹിം നബി പഠിപ്പിച്ചതനുസരിച്ച്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച 1185-ാമത്തെ ഹദീസിൽ കാണാം, കാനൽ മുശ്രിക്കൂന യഖൂലൂന ലബ്ബൈക ലാ ശരീക ലക്. അവർ ഹജ്ജ് ചെയ്യുമെന്ന് മാത്രമല്ല അതിൽ തൽബിയത്ത് അവർ ചെയ്യാറുണ്ട്. നമ്മൾ ചൊല്ലുന്ന പോലെ തൽബിയത്ത് ചൊല്ലും, ഹജ്ജിനും ഒക്കെ ചെയ്യുന്ന തൽബിയത്ത്. പക്ഷെ ആ തൽബിയത്തിൽ അള്ളാഹുവെ നിനക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു, നിനക്ക് ഒരു പങ്കുകാരനും ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം അവർ പറയും ഇല്ലാ ശരീക്കൻ ഹുവ ലക് തംലികുഹു വമാ മലക്. ഒരു പങ്കുകാരനുമില്ല, എന്നാൽ ഒരുത്തനൊഴിച്ച് ഒരു പങ്കുകാരൻ നിനക്കുണ്ട്. ആ പങ്കുകാരൻ സ്വന്തമായ കഴിവുള്ള അധികാരമുള്ള ഒരു ശക്തിയല്ല, മറിച്ച് ആ പങ്കുകാരനെ ഉടമപ്പെടുത്തിയതും നീയാകുന്നു.
എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ, അയാൾ എന്താണ് ഞങ്ങൾക്ക് ചെയ്തിരുന്നത്, അതൊന്നും അയാളുടെ സ്വന്തം കഴിവല്ല. അള്ളാഹുവെ നീ കൊടുത്ത കഴിവാണ്. അപ്പൊ നീ കൊടുത്ത കഴിവുള്ള വേറെ ഒരാളുണ്ട്, ഇതല്ലാത്ത ഒരു പങ്കുകാരൻ നിനക്കില്ല എന്ന് പറഞ്ഞാൽ, ഇത് ഞാനിവിടെ പറയുന്നത് എന്തിനാണ്? അവർ ഹജ്ജ് ചെയ്തിരുന്നു, ഹജ്ജിൽ തൽബിയത്ത് ചൊല്ലിയിരുന്നു. അപ്പൊ എന്തൊക്കെയായി? അള്ളാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥനയായി, നമസ്കാരമായി, നേർച്ചയായി, ഹജ്ജായി, ഉംറയായി, നോമ്പായി, ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നു. അപ്പൊ ഇസ്ലാമിന്റെ അർക്കാനുൽ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്നതിലെ 4 കാര്യങ്ങൾ, 5ാമത്തതിന്റെ ഒരു വശവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന കാര്യവും, ഇതൊക്കെ അവർ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മക്കയിലെ അറബികളെ പോലെ ഇന്ന് ലോകത്ത് കാണുന്ന മതസമൂഹങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, ഒരു ക്രിസ്ത്യാനി 2 അള്ളാഹു ഉണ്ട് എന്ന് അവൻ വിശ്വസിക്കുന്നില്ല. മലയാളത്തിൽ എഴുതപ്പെട്ട ബൈബിളിൽ അതിന്റെ അറബിയിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന മലയാളത്തിലെ ബൈബിളിന്റെ അറബി പതിപ്പുണ്ട്. ആ അറബികൾ എന്റെ അറബി, ആ അറബിയിൽ പിതാവ് എന്നതിന് അറബിയിലെ ബൈബിളിൽ കൊടുത്തിട്ടുള്ളത് അള്ളാഹു എന്നാണ്. നമ്മുടെ ഖുർആനിലുള്ള അള്ളാഹുവിന്റെ പേരായി ധാരാളം സ്ഥലങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട അള്ളാഹു എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പിതാവ് അബ് എന്ന സ്ഥാനത്ത് അള്ളാഹ് എന്നാണ് ചേർത്തിട്ടുള്ളത്. അപ്പോ അള്ളാഹു ഉണ്ട്, 2 അള്ളാഹു ഉണ്ട് എന്ന് ക്രിസ്ത്യാനികൾക്ക് വാദമില്ല. ഏകദൈവ വിശ്വാസം സ്ഥാപിക്കുന്ന ക്രിസ്ത്യാനികളുടെ പ്രസംഗം കേട്ടു നോക്കുക. അവരുടെ പുരോഹിതന്മാർ പറയുന്ന പ്രസംഗം, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഒരുവനാണ് എന്നവർ വിശ്വസിക്കുന്നു. മക്കയിൽ അറബികൾ വിശ്വസിച്ചതുപോലെ 2 അള്ളാഹു ഉണ്ട് എന്നവർക്ക് വിശ്വാസമില്ല. ഇവിടത്തെ ഹിന്ദുക്കളായ ആളുകളോട് ചോദിച്ചാൽ അവർ പറയുന്ന നമുക്ക് കാണാം, ഒരുത്തനേ ഉള്ളൂ. സാധാരണ ഹിന്ദുക്കൾ തന്നെ, എന്റെ വീടിന്റെ മുമ്പിലും വലതുഭാഗത്തൊക്കെ ഹിന്ദുക്കളുണ്ട്. അവരുടെ സംസാരത്തിൽ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, മേലെ ഒരുത്തനുണ്ടല്ലോ. ഇത് പലരും എന്റെ നാട്ടിൽ മാത്രം എല്ലാവരും, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മരിച്ചുപോയ CPM-ന്റെ EK നായനാർ, അദ്ദേഹത്തെ കുറിച്ച് ആരോപണം ഉണ്ടായപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്? മേലെ ഒരുത്തനുണ്ട്. അതിന്റെ ക്ലിപ്പ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ കിട്ടും. മേലെ ഒരുത്തനുണ്ട്. അപ്പൊ ഈ ലോകം നിയന്ത്രിക്കുന്ന ഒരുത്തനുണ്ട്, സൃഷ്ടാവുണ്ട് എന്ന് മതമില്ലാത്തവരും അംഗീകരിച്ചു പോകുന്നു. ഹിന്ദു അംഗീകരിക്കുന്നു, ക്രിസ്ത്യാനി അംഗീകരിക്കുന്നു, ജൂതനും അത് അംഗീകരിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്ന കെലിമ ചൊല്ലിയ ആളുകളും പറയുന്നു സൃഷ്ടാവ് ഒരുവനേ ഉള്ളൂ. എന്നാൽ ഇന്ന് അതിലൊക്കെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്റെ നാടിനടുത്തുള്ള CM മടവൂർ എന്ന് പറയുന്ന കേരളത്തിന് പുറത്തുള്ള പല ആളുകളും അദ്ദേഹത്തിന്റെ ജാരത്തിലേക്ക് കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ലോകത്തിന്റെ പടച്ചോൻ അദ്ദേഹമാണ് എന്നൊരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇന്ന് വരെ ഇല്ലാത്തൊരു വാദമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സൃഷ്ടാവ് ഒരുവനാണ് എന്ന് വിശ്വസിച്ചു. അത് ഇന്നുള്ള ആളുകൾക്കുണ്ട്, നബിന്റെ കാലഘട്ടത്തിൽ അറബികൾക്കും ആ വിശ്വാസമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഹജ്ജ് ചെയ്യുകയും ചെയ്ത മക്കയിലെ ആളുകളോട് എന്തിന് ബദർ നടത്തി, എന്തിന് ഉഹദ് നടത്തി, എന്തിന് ഖന്ദഖ് യുദ്ധം ചെയ്തു, എന്തുകൊണ്ട് അവരെ നബി നേരിട്ടു? എന്തിനാണ്? ഈ ആളുകളൊക്കെ മുസ്ലിങ്ങളല്ലേ, പിന്നെന്തിനാണ് അവരെ എതിർത്തത്? അള്ളാഹു വിശ്വാസല്ലേ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ? അവർക്ക് പറ്റിയ പിഴവ്, ഇന്ന് ലോകത്തുള്ള സർവ്വ മതക്കാർക്കും പറ്റിയ പിഴവ്, മുസ്ലിങ്ങളിൽ തന്നെയുള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ള പിഴവ് എന്തെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. സൃഷ്ടാവും പ്രപഞ്ചനായകനും സംരക്ഷകനും പരിപാലകനും അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്നത്, ദുആ എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് കൂടി വകവെച്ചു കൊടുത്തു എന്ന ഒരൊറ്റ പിഴവാണ് ആ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്യാനും അവർക്ക് ശത്രുതയുണ്ടാകാനും നബിയെ അവരെതിർക്കാനുമൊക്കെ ഉണ്ടായ കാരണം. ഇതല്ല എങ്കിൽ മക്കയിലെ അറബികളുമായി നബിക്ക് യാതൊരു വ്യത്യാസവും വേറല്ല. ഇത് അംഗീകരിച്ച പിന്നെ ബാക്കിയൊക്കെ അംഗീകരിക്കാവുന്നേ. കാരണം നമസ്കാരം നേരത്തുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, അത് നബി പറഞ്ഞതിലേക്ക് കൊണ്ടുവരണം എന്നേ ഉള്ളൂ, പരിപൂർണമായ രൂപത്തിലേക്ക്. അപ്പോ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതല്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതല്ല, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക എന്നതാണ് ലോകത്തുള്ള ഏത് മതക്കാരും ഇസ്ലാമിന്റെ മതവും തമ്മിലുള്ള വ്യത്യാസം. ബാക്കി എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ മേലെ ഉള്ളവനുണ്ട്, അവനാണ് രക്ഷകൻ എന്നൊക്കെ പലരും വിശ്വസിക്കുന്നു. മുസ്ലിങ്ങളിൽ പലരും അത് വിശ്വസിക്കുന്നു. പക്ഷേ അള്ളാഹു അല്ലാത്തവരോടും ദുആ ചെയ്യുന്നു. ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരാൾ മുസ്ലിം ആവുകയില്ല. ഏത് ദുആ അള്ളാഹ്ക്ക് കൊടുക്കുക, അള്ളാഹു അല്ലാത്തവരോടും ദുആ ചെയ്യുക. ഇനി ഇത് മുഹമ്മദ് നബിന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് മാത്രമാണോ? നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ മരിച്ചുപോയ മഹാന്മാരായ ആളുകളോട് ദുആ ചെയ്തിട്ടുണ്ട്. ആ ആളുകളോട് 950 വർഷക്കാലം നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തി. അദ്ദേഹം ജീവിച്ച അദ്ദേഹത്തിന്റെ മൊത്തം വയസ്സല്ല 950, 50 ഒഴികെ 1000 എന്നാ ഖുർആൻ പറഞ്ഞത്. അത് പ്രബോധനം ചെയ്ത കാലാണ്. അതിലധികം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്.
അപ്പൊ നബിയായി ജീവിച്ചതാണ് 950 വർഷക്കാലം. ആ കാലം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാചനത്തിൽ കാണാം. അതുപോലെ തന്നെ ഹൂദ് നബി, സ്വാലിഹ് നബി, ഈസാ നബി, അതുപോലെ തന്നെ ശുഐബ് നബി, ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളായി നമുക്ക് കാണാം. ഹൂദ് നബി അവരോട് പറഞ്ഞു, വൈലാ ആദിൻ അഖാഹും ഹൂദ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ് ഗോത്രത്തിലേക്ക് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്റെ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവനല്ലാതെ വേറെ ഒരു ആരാധ്യൻ നിങ്ങൾക്ക് അഭയം തേടി ചെല്ലാവുന്ന, നിങ്ങൾക്ക് സഹായം ചോദിച്ച് ചെല്ലാവുന്ന ഒരുത്തനും ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇത് കേട്ടപ്പോ ആ ജനത എന്താ തിരിച്ചു ചോദിച്ചത്? അള്ളാഹുവിനോട് ദുആ ചെയ്യൂല എന്നവർക്ക് വാദമുണ്ടോ? ഇല്ല. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറഞ്ഞത്? നിങ്ങൾ പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമാക്കണം, വേറെ ആരോടും ദുആ ചെയ്യാൻ പാടില്ല. അപ്പൊ ആ ആളുകൾ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തിരിച്ചു ചോദിച്ചത് അതേ സൂറത്തിൽ 170 ആയത്ത്, 5 ആയത്ത് കഴിഞ്ഞിട്ട് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കണം എന്ന കാര്യം പറയാനാണോ ഹൂദേ നീ ഞങ്ങളുടെ അടുക്കൽ വന്നത്? അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയാനല്ല, അള്ളാഹുവിനെ മാത്രമേ, വഹ്ദഹു, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാനാണോ നീ ഞങ്ങളുടെ അടുക്കൽ വന്നത്? വനദറ മാ കാന യഅ്ബുദു ആബാഉന, ഞങ്ങളും ഞങ്ങളുടെ ബാപ്പമാരും അതിന്റെ വല്യാപ്പമാരും വല്ലിപ്പമാരും ഒക്കെ ആരാധിച്ചിരുന്നവയൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, ശുഹദാക്കൾ, അങ്ങനെ ബഹുമാനപ്പെട്ടവരായി ഗണിക്കപ്പെടുന്ന സാദാത്യങ്ങൾ, ആരിഫീങ്ങൾ, ഇതൊക്കെ അതിൽപ്പെടുമല്ലോ. അങ്ങനെയുള്ള നല്ല നല്ല മനുഷ്യന്മാരോടൊക്കെ ഞങ്ങൾ ദുആ ചെയ്യുന്നു. ഇതിനൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാനാണോ നീ വന്നത് എന്ന് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അക്കാലഘട്ടത്തിൽ ജനങ്ങൾ ചോദിച്ചു. അപ്പൊ അവർക്കുള്ള എതിർപ്പെന്താ? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അള്ളാഹുവിനോടും പ്രാർത്ഥിക്കാം, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇക്കാര്യം പറഞ്ഞപ്പോൾ അവർ ചോദിച്ച ചോദ്യം എന്താ? അതും ഇതേ ചോദ്യമാണ്. അജഅലൽ ആലിഹത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. അല്ല മുഹമ്മദേ, നീ പറയുന്ന ഇക്കാര്യം ഇലാഹുകൾ, ഞങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുന്ന ആളുകൾ കുറെ ഉണ്ട്, അതൊന്നും പറ്റൂല, ഒരാളോട് മാത്രമേ ആരാധിക്കാവൂ എന്നാണോ മുഹമ്മദ് നീ പറയുന്നത്? എങ്കിൽ ലശൈഉൻ ഉജാബ്, ഇത് ആശ്ചര്യകരമായ ഒരു കാര്യമാകുന്നു എന്ന് മക്കയിലെ അറബികൾ പ്രതികരിച്ചു. അപ്പൊ നോക്കൂ, അള്ളാഹുവിനോട് എതിർപ്പില്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനോടും എതിർപ്പില്ല. പിന്നെയോ എന്തിനോടാ എതിർപ്പ്? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ എന്ന് പറയുന്നതിനാണ് എതിർപ്പ്. ഇന്ന് ലോകത്തുള്ള ഏത് മതക്കാരെ പരിശോധിച്ചാലും മുസ്ലിം സമൂഹത്തിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മളെക്കാൾ കൂടുതൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, അതായത് ഇപ്പം മുജാഹിദിന്റെ സലഫികളുടെ പള്ളിയിലൊന്നും ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 വട്ടം ചൊല്ലൂല. എന്നാൽ ഷാഫി മദ്ഹബിന്റെ പള്ളിയിലുണ്ട്, ഹനഫി മദ്ഹബിന്റെ പള്ളിയിലുണ്ടോ എന്നറിയില്ല, ഇവിടെ ഉണ്ടോ? ഉണ്ട്, ഉണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. നമസ്കാരം കഴിഞ്ഞാൽ ഇമാമ് അഫ്ളൽ ദിക്ർ എന്ന് പറയും, അത് ഹദീസാണ്. അഫ്ളൽ ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ദിക്റിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഹദീസാണ്, അത് സ്വഹീഹായ ഹദീസാ. പക്ഷെ നമസ്കാര ശേഷം 10 വട്ടം ദിക്ർ ചെല്ലണം, 10, 5, 3 ഒന്നും ചെല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ദിക്റിന്റെ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ഉണ്ട്. പക്ഷെ ഇങ്ങനെ എണ്ണം കണക്കാക്കി 10 അല്ലെങ്കിൽ വേറെയോ സലാം വീട്ടിയ ഉടനെ ഇതാണ് ചെല്ലേണ്ടത് എന്നൊരൊറ്റ ഹദീസിലുമില്ല. അപ്പൊ ഇതൊക്കെ ചെല്ലുന്ന ആളുകൾ അത് ചെല്ലുന്നതോടൊപ്പം എന്ത് ചെയ്യുന്നു? ദുആ അള്ളാഹുവിനോട് നടത്തുന്നു, അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്നു. രോഗം മാറ്റിത്തരണേ എന്ന് അള്ളാഹുവിനോട് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ അല്ലാത്തവരോട് പറയുന്നു. ഹിദായത്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹിദായത്ത് തരണേ എന്ന് പറയുന്നു. കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ മലപ്പുറത്തിനടുത്തുള്ള മഅദിൻ നഗർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് റമളാനിലെ 27-ാം രാവിൽ പള്ളിയിൽ ഇഅ്തികാഫിരുന്ന് അള്ളാഹുവിനോട് ലൈലത്തുൽ ഖദ്ർ ചോദിക്കേണ്ടുന്ന ദിവസം മൈതാനത്ത് ആളുകൾ 10,000-ങ്ങളെ വിളിച്ചുകൂട്ടി അവിടെ നടത്തുന്ന പ്രാർത്ഥനയിൽ ഒരാള് പ്രാർത്ഥിച്ചത് യൂട്യൂബിൽ തെരഞ്ഞാൽ നമുക്ക് കിട്ടും. ഞങ്ങൾ കുറെ നേരമായി നബിയെ ഇവിടെ നിൽക്കുന്നു, ഞങ്ങളിനി മടക്കിയേക്കല്ല നബിയെ, ഞങ്ങൾക്കിനി ഹിദായത്ത് നൽകണ നബിയെ, ഞങ്ങൾക്കിനി സ്വർഗത്തിലേക്ക് ടിക്കറ്റ് തരണ നബിയെ. നോക്ക് എന്തൊക്കെയാ ചോദിക്കുന്നത്. അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കുന്നു. ഇത് നബിയോടാണ്. അതേപോലെ അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ല, നല്ല പണ്ഡിതനും കർമ്മശാസ്ത്ര പണ്ഡിതനും, അതുപോലെ തന്നെ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ അൽ ഗുനിയ പോലുള്ള ഗ്രന്ഥങ്ങളിൽ പച്ചയായ അറബിയിൽ എഴുതി വെച്ചിട്ടുള്ള ഈ മഹാന്റെ പേരിൽ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കുന്ന പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പലരോടും ബദരീങ്ങളോട് ചോദിക്കുന്നു. ബദരീങ്ങളുടെ പേരിൽ
ബദറിൽ പങ്കെടുത്ത 313 ആളുകളുടെ പേരുകൾ ബോർഡാക്കി എഴുതി വീടുകളിലെ ചുമരിലും അതുപോലെ തന്നെ വാതിൽപ്പടിയിലുമൊക്കെ എഴുതി തൂക്കി കണ്ണാടിയിൽ ഫ്രെയിം ചെയ്ത് അതിന്റെ പേരുകൾ ചൊല്ലി ആ ആളുകളോട് ഞങ്ങൾക്കിനി നിങ്ങൾ അത് തരണം, ഇത് തരണം, ഞങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്തു തരണം, ഇന്ന കാര്യം ഇല്ലാതാക്കി തരണം എന്ന് ഉപദ്രവങ്ങൾ ഈ പറയുന്ന മഹാന്മാരായ ആളുകളോട് നടത്തുന്നു. ഇത് ഇസ്ലാമാണോ? ഇത് പ്രാർത്ഥനയല്ലേ? ഈ പ്രാർത്ഥന ആരോട്? അള്ളാഹുവിനോടല്ലാത്ത ആളുകളോട് നടത്താൻ പറ്റുമോ? ബദരീങ്ങളും നബിയും സഹാബത്തും തമ്മിൽ എന്തിനാണ് യുദ്ധമുണ്ടായത്? യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തട്ടം കഴുത്തിലിട്ട്, അതായത് ഒരു തുണിയും അറബികൾക്ക് ഒരു തട്ടം ഉണ്ടാവും, ആ തട്ടം കഴുത്തിലിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരു കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി ദീർഘസമയം അള്ളാഹുവിനോട് ഈ സമൂഹത്തെ നീ രക്ഷപ്പെടുത്തണമേ, ഇവരെങ്ങാനും പരാജയപ്പെട്ടാൽ ഈ ഭൂമിയിൽ നീ ആരാധിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം പരാജയപ്പെടും. അതുകൊണ്ട് എന്റെ കൂടെയുള്ള ഈ സംഘത്തെ അള്ളാഹുവെ നീ രക്ഷപ്പെടുത്തണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ആരാണ് പ്രാർത്ഥിച്ചത്? അള്ളാഹുവിനോട്. നബി കൈ ഉയർത്തി പ്രാർത്ഥിച്ച് പ്രവാചകന്റെ തട്ടം തോളിൽ നിന്ന് താഴെ വീണുപോയി. ഇത് ഹദീസിലുള്ളതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അപ്പുറത്ത് അബൂജഹലും പാർട്ടിയുമുണ്ട്. അവർ പ്രാർത്ഥിച്ചത് ആരോടാണ്? അവർ അതുവരെ പ്രാർത്ഥിച്ചിരുന്ന ലാത്തയോടോ ഉസ്സയോടോ മനാത്തയോടോ അല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബദറിൽ പങ്കെടുക്കുന്ന സഹാബത്തും പ്രാർത്ഥിച്ച അള്ളാഹുവിനോടാണ്. അപ്പുറത്ത് മറുപക്ഷത്ത് മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്ന പ്രാർത്ഥിച്ചത് ഞങ്ങൾ ഹക്കിന്റെ ആളുകളെ ജയിപ്പിക്കണമേ എന്നാണ് ബദറിൽ പങ്കെടുത്ത ഖുറൈശികളായ മുശ്രിക്കുകളുടെ പ്രാർത്ഥന. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ അവർ അള്ളാഹു അല്ലാത്തോട് പ്രാർത്ഥിക്കും. ഇതാണ് പ്രശ്നം. അങ്ങനെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന വിഷയത്തിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷികളായവരും അല്ലാതെ യുദ്ധത്തിൽ പങ്കെടുത്തവരുമായ 300 ചില്ലാനും ബദരീങ്ങളുടെ പേരുകൾ ചൊല്ലി അവരോട് ദുആ ഇറക്കുക എന്ന് പറയുന്നത് അവർ എന്തിനു വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായോ, എന്തിനു വേണ്ടി അവർ യുദ്ധം ചെയ്തോ ആ ആളുകൾ നിലകൊണ്ട ആശയത്തിനെതിരിൽ അവരോട് തന്നെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു അപരാധം എന്താണ് വേറെയുള്ളത് എന്നാലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. അതുകൊണ്ടാണ് മക്കയിലെ അറബികൾ ചോദിച്ചത്, അല്ല മുഹമ്മദേ, നീ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്ന ആരാധിക്കാവുന്ന ആളുകളെ പലതില്ല, ഒന്നേ ഉള്ളൂ എന്നാണോ നീ പറയുന്നത്? എങ്കിൽ ലശൈഉൻ ഉജാബ്, ഇത് ആശ്ചര്യകരമായ ഒരു കാര്യമാണ്, ഞങ്ങൾക്കത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നതാണ്. അപ്പൊ നോക്കൂ, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? ഖുർആൻ എന്താണ് പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദഉ മഅല്ലാഹി അഹദാ, സൂറത്തുൽ ജിന്നിലെ 18ാമത്തെ ആയത്ത്. പള്ളികൾ, മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാകുന്നു, മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് ഫലാ തദഉ മഅല്ലാഹി അഹദാ, നിങ്ങൾ അള്ളാഹുവിന് പുറമെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൂടെ, അള്ളാഹുവിന്റെ പുറമെ എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടെ എന്നുള്ളത്, വേറെ പല ആയത്തുകളിലും അള്ളാഹുവിന് പുറമെ മറ്റാരെയും പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ കൂടെ വേറെ ആരോടും നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല, അള്ളാഹ്ക്ക് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. അതിനാണ് മസ്ജിദുകൾ. എന്നാൽ ഇന്ന് ആലോചിച്ച് നോക്കൂ, പള്ളിയിൽ 5 നേരത്തെ നമസ്കാരത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ പള്ളികളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? റാത്തീബുകൾ, ഹദ്ദാദുകൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്വലാത്തുകൾ, അതുപോലെ തന്നെ മാലമൗലിദുകൾ, ഖുത്ബിയത്തുകൾ, ബദർബൈത്തുകൾ, ഇങ്ങനെ തുടങ്ങി ശൈഖ് ജീലാനിയുടെ പാട്ടുകൾ, മാലകൾ, ഇങ്ങനെ പലതും, നാരിയത്ത് സലാത്തും അതുപോലെ തന്നെ ആലമുസ്സലാത്ത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ പലതിലും അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആയാണ്. ഇസ്ലാം പറഞ്ഞത് എന്താ? പള്ളി അള്ളാഹുവിനുള്ളതാണ്. കോടിക്കണക്കിന് രൂപയുടെ സാധുക്കളായ മനുഷ്യന്മാരുടെ കാശ് വാങ്ങി പള്ളികൾ ഉണ്ടാക്കുന്നു. ആ പള്ളികളിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ആരാധിക്കുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്തവരോട് നിരന്തരമായി ദുആകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി പല പേരുകളിൽ ദിക്ർ ഹൽക്കുകളായും മറ്റു പലതുമായും പലതും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. വയലിലും പ്രസംഗങ്ങളിലുമൊക്കെ അതിനുവേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുന്നു. നോക്കൂ, എന്തൊരു വിരോധാഭാസമാണ്. അള്ളാഹുവിന്റെ വീടുകൾ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ, അള്ളാഹുവിന് വേണ്ടി മാത്രം ആരാധിക്കാൻ നിർമ്മിക്കപ്പെട്ട പള്ളികളിൽ വെച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക, നീ അള്ളാഹുവിന് പുറമെ മറ്റാരോടും ദുആ ചെയ്യരുത്. ദുആ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവും, ഏത് മലയാളിക്കും തിരിയും. പ്രാർത്ഥന എന്നർത്ഥം പറയേണ്ടതില്ല. എന്താണ് ദുആ ആവുക, എന്താണ് ദുആ അല്ലാതാവുക? അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന മനുഷ്യരുടെ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ് ദുആ. അത് അള്ളാഹിനോട് ചോദിക്കാൻ പാടുള്ളൂ, വേറൊരാളോട് ചോദിക്കാൻ പാടില്ല.
അപ്പൊ അള്ളാഹു പറയാൻ, അള്ളാഹുവിന് പുറമെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യരുത്. ഹിദായത്ത് ചോദിക്കുന്നത് ദുആ അല്ലേ? രോഗം മാറ്റണമെന്ന് പറയുന്നത് ദുആ അല്ലേ? നരകത്തിൽ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നത് ദുആ അല്ലേ? സ്വർഗം തരണമെന്ന് ചോദിക്കുന്നത് ദുആ അല്ലേ? എന്റെ രോഗം മാറ്റി തരണം, വിസ തരണം, ജോലി തരണം, കച്ചവടത്തിൽ ലാഭമുണ്ടാക്കണം, നഷ്ടം വരുത്തരുത്, ആപത്തുകൾ നീക്കിത്തരണം എന്ന് പറയുന്നത് ദുആ അല്ലേ? ഈ ദുആ അള്ളാഹുവിനോടല്ലേ നടത്തേണ്ടത്? എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്നു. എന്നിട്ട് എന്താ അള്ളാഹു പറയുന്നത്? മാ ലാ യൻഫഉക വലാ യദുറുക. നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഒന്നിനോടും അള്ളാഹു അല്ലാത്ത ആരോടും നീ ദുആ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്താ? ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യാൻ കഴിവുള്ളവൻ ആരാ? അള്ളാഹു മാത്രമാകുന്നു. അള്ളാഹു അല്ലാത്ത ആർക്കും ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. എങ്ങനെ ഉപകാരം ചെയ്യാൻ പറ്റില്ല? എന്നാൽ ഇപ്പൊ നമ്മൾ ഒരാളോട് പറയാണ്, ആ കസേരം എടുത്തോ, അല്ല എന്റെ കുടന്നെടുത്തരോ എന്ന് ചോദിച്ചാൽ അത് ഉപകാരമാണ്. ഒരു നായ കടിക്കാൻ വരുന്നു, അതിനൊന്ന് തടുക്കോ എന്ന് ചോദിച്ചാൽ അതൊരു ഉപദ്രവത്തെ തടുക്കലാണ്. ഇതൊക്കെ സൃഷ്ടികൾക്ക് അള്ളാഹു കൊടുത്ത ചില കഴിവുകളുണ്ട്. അത് പരസ്പരം ചെയ്യാം. അത് ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വതആവനു അലൽ ബിർരി വത്തഖ്വ. പുണ്യത്തിലും നല്ല കാര്യത്തിലും തഖ്വന്റെ വിഷയത്തിലൊക്കെ നിങ്ങൾ പരസ്പരം സഹായിക്കണം. അത് സഹായിക്കാനുള്ള കഴിവ് അള്ളാഹു മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തുള്ള കാര്യം, മനുഷ്യന് കഴിയാത്ത കാര്യം, സൃഷ്ടികൾക്ക് കഴിയാത്ത കാര്യം, അത് സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ചാൽ അത് അവരോടുള്ള ദുആ ആയി. അപ്പോ അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടുന്ന ഉപകാര ഉപദ്രവങ്ങൾ അള്ളാഹു അല്ലാത്ത സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. അത് ചോദിച്ചുകൊണ്ടുള്ള ദുആ ഒരിക്കലും നീ ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആനിലെ ഒരുപാട് വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസുണ്ട്. എന്താണത്? ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ജിന്നുകളും, മനുഷ്യന്മാർ മാത്രമല്ല, മനുഷ്യരും ജിന്നുകളും, ആദ്യം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചു കൂടുകയും എന്നിട്ട് നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചാൽ പോലും ആ ഉപകാരം ചെയ്യാൻ ആദം നബി തൊട്ട് ലോകാവസാനം വരെയുള്ള ഈ മനുഷ്യ ജിന്ന് വർഗം എല്ലാവരും കൂടി ശ്രമിച്ചാലും സാധിക്കുകയില്ല. എന്തില്ലെങ്കിൽ അള്ളാഹു വിധിച്ചിട്ടില്ലെങ്കിൽ. അപ്പൊ പിന്നെയാണ് ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം ജീവിച്ചിരിക്കുന്നവനോട്, അല്ലെങ്കിൽ മരിച്ചവനോട്, മയ്യത്തായി കിടക്കുന്നവനോട്, ഖബറിൽ കിടക്കുന്നവനോട് ചോദിക്കാൻ പറ്റുക. എങ്ങനെ ഉപകാരം കിട്ടും? കിട്ടില്ല. അതേ ഹദീസിൽ കാണാം, ആദം നബി തൊട്ട് ലോകാവസാനം വരെയുള്ള മനുഷ്യരും ജിന്നുവർഗങ്ങളും എല്ലാവരും ഒരുമിച്ചു കൂടുകയും എന്നിട്ട് നിന്നെ നന്നാരാ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ അവരെല്ലാവരും കൂടി ഒരുമിച്ചു കൂടിയാൽ പോലും അള്ളാഹു വിധിക്കാത്ത ഒരു കാര്യം ഉപദ്രവിക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല. അപ്പൊ ആരിൽ നിന്നാണ് ഉപകാരം പ്രതീക്ഷിക്കേണ്ടത്? അള്ളാഹുവിൽ നിന്നാണ്. ഉപദ്രവത്തെ തടുക്കുക എന്ന കാര്യം ആരിൽ നിന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? അള്ളാഹുവിൽ നിന്നാണ്. ഇത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ, ജീവിച്ചിരിക്കുന്നവനോട് ചോദിച്ചാലും മരിച്ചവനോട് ചോദിച്ചാലും ആർക്കും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? അത് അള്ളാഹ്ക്കേ തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഉപകാര ഉപദ്രവങ്ങൾ അള്ളാഹുവിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അവനിൽ നിന്നാണ് ആഗ്രഹിക്കേണ്ടത്, അവനോടാണ് തടയാൻ ആവശ്യപ്പെട്ടത്. ഈ മാങ്കാര്യത്തിന്റെ 6ാം കാര്യമായി മദ്രസകളിൽ പോലും ചൊല്ലിപ്പഠിക്കുന്ന കാര്യമുണ്ടല്ലോ, അൽ ഖൈറു വശർറു. ഖൈറും ഷർറും അത് അള്ളാഹുവിന്റെ വിധി പ്രകാരം അവന്റെ വിധി അനുസരിച്ചുണ്ടാകുന്നതാണ്. പിന്നെ എങ്ങനെയാണ് ഉപകാരം ചെയ്യാൻ അള്ളാഹു അല്ലാത്തവരോട് ആവശ്യപ്പെടുക, തടുക്കാൻ ആവശ്യപ്പെടുക? ഇത് രണ്ടും സാധ്യമല്ല. ഈ മാങ്കാര്യങ്ങളിലെ 6ാമത്തെ ഘടകത്തിന് വിരുദ്ധമായ കാര്യമാണ് ഉപകാര ഉപദ്രവങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നത്. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. എന്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൂടാ? വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫാത്തിറിലെ ഫാത്തിർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരാണ്. അൽ ഫാത്തിർ, സൃഷ്ടാവ്. ഫാത്തിർ സമാവാതി വൽ അർള് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് പ്രാർത്ഥന, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ. ആ ഫാത്തിർ, സൃഷ്ടാവെന്ന പേരിലുള്ള ഖുർആനിലെ 14ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഇൻ തദ്ഉഹും. ആര്? നമ്മുടെ നാട്ടിൽ ആളുകൾ പറയും, അത് കല്ലിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല, വള്ളിയോട് പ്രാർത്ഥിക്കാൻ പാടില്ല, മരത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അല്ല, അതും പാടില്ല. മനുഷ്യരോടും പാടില്ല, അല്ലാത്തവരോടും പാടില്ല, ജീവനുള്ളവനോടും പാടില്ല, ജീവനില്ലാത്തവയോടും പാടില്ല, അചേതന വസ്തുക്കളോടും പാടില്ല, ഒന്നിനോടും പാടില്ല. ഇവിടെ പറയുന്നത് എന്താ? ഇൻ തദ്ഉഹും. ഹും എന്ന അറബി വാക്കറിയാം, അവർ എന്നാണ്. നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ. ആരോട്? അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട കാര്യം അള്ളാഹു അല്ലാത്ത ആളുകളോട്, ജീവിച്ചവരായാലും മരിച്ചവരായാലും അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅക്കും. നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. അപ്പൊ ഖബറിനടുക്കൽ ചെന്ന് ചോദിച്ചാൽ ദുആ ഖബറിലുള്ളവൻ കേൾക്കുകയില്ല. ജാറത്തിനടുക്കൽ ചെന്ന് ചോദിച്ചാൽ ജാറത്തിലുള്ളവൻ ദുആ കേൾക്കുകയില്ല. ഇനി വലൗ സമിഉ,
കേൾക്കുകയില്ല എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വരും, ബദറിൽ യുദ്ധം കഴിഞ്ഞ് അവിടെ മരിച്ചു കിടക്കുന്ന മുശ്രിക്കുകളായ ആളുകളെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ചോദ്യങ്ങൾ ചോദിച്ചില്ലേ? ശരിയാണ്, ഹദീസിലുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ച സമയം അവർ അത് കേൾക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാണ് ഈ ചത്തുകിടക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോൾ അവരത് കേൾക്കുന്നു, ഏത് അള്ളാഹു കേൾപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയും പറഞ്ഞു. ഇനി ഇതാണ് മരിച്ചവരോട് ചോദിക്കാൻ തെളിവെങ്കിൽ എന്താണ് അതിൽ നിന്ന് കിട്ടുക? ചത്ത ആളുകളാണ് ഈ പറയുന്നത്. ഏത് ചത്ത ആളുകൾ? ബദറിൽ നബിക്കെതിരെ യുദ്ധം ചെയ്ത ഖുറൈശികളുടെ കൊലകൊമ്പന്മാരായ ചത്തുകിടക്കുന്ന ആളുകളോട് അവരെ കിടങ്ങിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടെയാണ് പ്രവാചകന്റെ ഈ ചോദ്യം. എങ്കിൽ എന്താ ഇത് കേൾക്കുമെന്നാണെങ്കിൽ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ചത്ത ശവത്തോട് കാഫറിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും. കാരണം നബി ചോദിച്ചത് എങ്ങനെയുണ്ട് എന്നാണ്. ഞങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തത് സത്യമായി ഞങ്ങൾ ഇതാ കണ്ടിരിക്കുന്നു, നിങ്ങൾക്കത് അനുഭവപ്പെട്ടോ എന്നാണ് ചോദ്യം. ആ ചോദ്യം അവരോട് പ്രാർത്ഥനയാണോ? അല്ല. ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മൾ ചോദിക്കില്ലേ, ആ ഒരു ചോദ്യമാണ്. അത് കേട്ടു അങ്ങനെ ചോദിക്കാമെന്നാണെങ്കിൽ ഔലിയാക്കന്മാരോടോ സാലിഹീങ്ങളോ ബദരീങ്ങളോടോ മാത്രമല്ല, ചത്ത് കിടക്കുന്ന ആളുകളോടും ശവത്തോടും മുസ്ലിം അല്ലാത്തവരോടും ചോദിക്കാം എന്നാണ് പറയേണ്ടത്. അങ്ങനെ ആരും പറയോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഖുർആൻ പറയാൻ വലൗ സമിഉ, കേൾക്കൂല, കേട്ടാൽ തന്നെ. അങ്ങനെ വിചാരിക്കുക, വാദത്തിനോട് സമ്മതിച്ചു കൊടുക്കുക. ഖബറിലുള്ള ആള് നമ്മൾ വിളിച്ചാൽ കേൾക്കും, കേട്ടാൽ ഉത്തരം കിട്ടുമോ? മസ്തജാബൂലക്കും, ഖുർആന്റെ പ്രഖ്യാപനാണ്. കേട്ടാൽ പോലും ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർ, ഔലിയാക്കളാകട്ടെ സാലിഹീങ്ങളാകട്ടെ അമ്പിയാക്കളാകട്ടെ മുർസലീകളാകട്ടെ ശുഹദാക്കളാകട്ടെ മുത്തഖീങ്ങളാകട്ടെ സാദാത്തീങ്ങളാകട്ടെ ആരിഫീങ്ങളാകട്ടെ എന്ത് പേര് നിങ്ങൾ പറഞ്ഞാലും ശരി, മസ്തജാബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. മാത്രമല്ല വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പരലോകത്ത് അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്ത ആളുകൾ പരലോകത്ത് വരും. ബദരീങ്ങളെ എന്ന് വിളിച്ചവൻ അവിടെ വരും, ഈസാ നബിയെ എന്ന് വിളിച്ചവനുണ്ടാകും, മുഹമ്മദ് നബിയെ എന്ന് വിളിച്ചവനുണ്ടാകും, റിഫായി ശൈഖെ എന്ന് വിളിച്ചവനുണ്ടാകും, മമ്പർത്ത തങ്ങളെ എന്ന് വിളിച്ചവനുണ്ടാകും, അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചവരുണ്ടാകും. ഈ വിളിക്കപ്പെട്ട ഈസാ നബിയും മുഹമ്മദ് നബിയും ബദരീങ്ങളും റിഫായി ശൈഖും അതുപോലെ തന്നെ അബ്ദുൽ ഖാദിർ ജീലാനിയും ഇവരൊക്കെ നാളെ പരലോകത്തുണ്ടാകും. ഇനി മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഈസാ നബിയോടോ കന്യാമറിയത്തോടോ ഇനി ജിബ്രീലിനോടോ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ജിബ്രീലിനോടോ വിളിച്ചു പാർത്തിട്ടുണ്ടെങ്കിൽ അവരും അവരുടെ പേരിൽ ഉണ്ടാക്കപ്പെട്ട വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും ഇതൊക്കെ നാളെ പരലോകത്തുണ്ടാകും. പക്ഷേ അള്ളാഹു ഈ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട ആളുകളോട് അള്ളാഹു ചോദിക്കും, നിങ്ങളെ ഈ ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബിയോടും അള്ളാഹു ചോദിക്കും, നിന്നെ ആളുകൾ ദുആ ചെയ്തിട്ടുണ്ടോ? ഈസാ നബിയോട് അള്ളാഹു പരലോകത്ത് വെച്ച് ചോദിക്കുന്ന ചോദ്യം ഖുർആനിൽ കാണാം. ഈസാ നബിയോട് അള്ളാഹു ചോദിക്കുന്നു, നീയാണോ നിന്നോട് പ്രാർത്ഥിക്കാൻ ഈ മനുഷ്യന്മാരോട് പറഞ്ഞത്? ഈസാ നബിന്റെ മറുപടി എന്താ? ഞാൻ അവരിൽ ഉണ്ടായിരുന്ന കാലമത്രയും അവർ എന്നോട് പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ അവരോട് കൽപ്പിക്കുകയോ അള്ളാഹുവേ, ഇനി ഞാൻ മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ എന്നെ നീ ആകാശത്തേക്ക് ഉയർത്തിയതിനു ശേഷം എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈസാ നബിയോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ 3 ഭാഗങ്ങളിൽ മൂന്നിലൊരു ഭാഗമാക്കി മാറ്റി എന്ന ത്രിയേകത്വം ഇത് ലോകത്ത് നടന്നിട്ടുണ്ട്. ഇത് ഈസാ നബി അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടില്ല. ബദരീങ്ങളോട് വിളിക്കുന്നത് ബദരീങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. നബിയെ വിളിക്കുന്നത് നബി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. മൊയ്തീൻ അബ്ദുൽ ഖാദിർ ജീലാനി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. എല്ലാവരെയും കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. വയൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ 2 കൂട്ടരും അവിടെ തർക്കിക്കും. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചത്, നിങ്ങളോട് ദുആ ചെയ്തത്. ആ വിളിക്കപ്പെട്ട ആരോട് പ്രാർത്ഥിച്ചുവോ ആ ഔലിയാക്കളും സാലിഹീങ്ങളും അമ്പിയാക്കളും ഇനി അല്ലാത്തവരും എല്ലാവരും പറയും യക്ഫുറൂന ബിശിർക്കിക്കും, ദുനിയാവിൽ അവരോട് ദുആ ചെയ്യുക എന്ന അല്ലാഹു അല്ലാത്തവരോട് നൽകിയ ദുആ എന്ന ശിർക്ക് ആ ആളുകൾ നിഷേധിക്കും. ആരാ നിഷേധിക്കുന്നത്? ഈസാ നബി നിഷേധിക്കും. എന്നെ ഒരുത്തനും വിളിച്ചിട്ടില്ല, ഒരു ക്രിസ്ത്യാനിയും വിളിച്ചിട്ടില്ല, അല്ലാത്തവരും വിളിച്ചിട്ടില്ല. വിളിച്ചില്ലേ? വിളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈസാ നബി നിഷേധിക്കുന്നത്? വിളിച്ചത് ഈസാ നബി അറിഞ്ഞിട്ടില്ല, പ്രാർത്ഥിച്ചത് ഈസാ നബി അറിഞ്ഞിട്ടില്ല. ബദരീങ്ങളെ വിളിച്ചാൽ ബദരീങ്ങൾ കേട്ടിട്ടില്ല. ബദരീങ്ങളോട് ചോദിക്കും, ബദരീങ്ങൾ പറയും ഞങ്ങളെ ബദരീങ്ങളെ എന്നാരും ഞങ്ങൾ വിളിച്ചിട്ടില്ല. കാരണം എന്താ? ഓല് കേട്ടിട്ടില്ല. അപ്പൊ കേൾക്കുകയില്ല, കേട്ടാൽ പോലും അവർ ഉത്തരം ചെയ്യുകയില്ല. പരലോകത്ത് ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങളെ ആരും വിളിച്ചിട്ടില്ല എന്നാണ് ഈസാ നബി അടക്കമുള്ള പ്രവാചകന്മാരടക്കമുള്ള ആളുകൾ നിഷേധിക്കുന്നത്. എന്തുകൊണ്ട്? വേറൊരു ഉത്തരവും വേണ്ട, അവർ കേട്ടിട്ടില്ല. ഇത്രക്ക് പച്ചയായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചെന്ന ഈ യാഥാർത്ഥ്യത്തെ മാറ്റിമറിച്ചുകൊണ്ട് എന്തു ചെയ്യുന്നു? മനുഷ്യന്മാർ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നു. ഇനി ഇവരോട് സഹായം ചോദിച്ചാൽ അവർ നിങ്ങളെ സഹായിക്കുമോ? സൂറത്തുൽ അഹ്റാഫ് 197-ാമത്തെ വചനം. എന്തിനാണ് അള്ളാഹു അല്ലാത്ത ആളുകൾ ദുആ ചെയ്യുന്നത്? അള്ളാഹിന്റെ അടുത്ത് കിട്ടും, പക്ഷെ അതിനേക്കാൾ വേഗത്തിൽ കിട്ടുന്നത്
അല്ലെങ്കിൽ എളുപ്പത്തിൽ കിട്ടുന്നത്, പെട്ടെന്ന് ഉത്തരം ചെയ്യുന്നത്. മാലപ്പാട്ടിൽ പറയുന്നത് വല്ലാനീലെത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായുകൂടാതുത്തീരം ചെയ്യും ഞാൻ എന്നോവർ വിളിച്ചവന്റെ വായ മൂടുന്നതിന് മുമ്പ് അബ്ദുൽ ഖാദിർ ജീലാനി ഉത്തരം ചെയ്യും. അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ തൊള്ള മൂടന് മുമ്പ് ഉത്തരം തരാം എന്ന് അള്ളാഹു ഒരിടത്തും പറഞ്ഞിട്ടില്ല. അള്ളാഹു 3 ഓഫറാണ് നൽകിയത്. ഒന്നുകിൽ ചോദിച്ച കാര്യം തരാം, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാത്ത ഒരു ഉപദ്രവത്തെ നിങ്ങൾക്ക് തടുക്കാം. ഇനി രണ്ടായിരുന്നാലും രണ്ടും കിട്ടിയില്ലെങ്കിലും പരലോകത്ത് പ്രാർത്ഥിച്ചതിന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ടാകും. ഈ 3 ഓഫറാ അള്ള തന്നത്. പ്രാർത്ഥിച്ചതിനൊക്കെ ഉത്തരം തരാൻ അള്ള പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? മുഹമ്മദ് നബിക്ക് പോലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിച്ച എല്ലാത്തിനും ഉത്തരം കിട്ടിയിട്ടില്ല. ഇവിടെ വിശദീകരിക്കാൻ സമയമല്ല, സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോ സഹായം കിട്ടാനാണ് ചോദിക്കുന്നത്. എന്നാ അള്ളാഹു പറയാൻ വല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോട് ദുആ ചെയ്യുന്നുവോ ലാ യസ്തതീഊന നസ്റകും, നിങ്ങൾക്ക് ഒരു സഹായവും ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. വലാ അൻഫുസഹും യൻസിറൂൻ, അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല. പിന്നല്ല നിങ്ങളെ സഹായിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മരിച്ചതിന് ശേഷമോ ആകാശത്തേക്ക് ഉയർന്നു പോയതിനു ശേഷമോ ഈസാ നബിക്ക് ലോകത്തുള്ള വിളിച്ചു തേടുന്ന ആളുകളെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ എങ്ങനെയാണ് ക്രിസ്ത്യാനിക്ക് ഈസാ നബിയെ ജൂതന്മാർ കുരിശിലേറ്റി എന്ന് പറയാൻ പറ്റുക? ഈസാ നബിക്ക് ഈസാ നബിയുടെ തടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ക്രിസ്ത്യാനികളുടെ വിശ്വാസപ്രകാരം. നമ്മൾ വിശ്വസിക്കുന്നത് ഈസാ നബി രക്ഷപ്പെടുത്തിയെന്നല്ല, അള്ളാഹു രക്ഷപ്പെടുത്തി മേലോട്ട് കൊണ്ടുപോയി. അത് ഈസാ നബിയുടെ കഴിവല്ല, അള്ളാഹുവിന്റെ കഴിവാണ്. ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത് ഈസാ നബിയെ ജൂദാസുകൾ കൊന്നു എന്നാണ്, കുരിശിലേറ്റി. അപ്പോ ഈസാ നബിയുടെ തടിയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. പിന്നെ എങ്ങനെ ഈസാ നബിക്ക് ക്രിസ്ത്യാനികളെ രക്ഷപ്പെടുത്താൻ പറ്റും? ഈസാ നബിയെ കുറിച്ച് ഇവിടെ ക്രിസ്ത്യാനികൾ പാടുന്ന പല പാട്ടുകളും അറബിയിൽ പറയുന്നത് ഫാദിൽ വറ എന്നാണ്. അതിന്റെ അറബി നോക്കിയാൽ കാണാം. ക്രിസ്ത്യാനികളുടെ കവിതകൾ, ക്രിസ്ത്യാനികൾ രചിച്ച അറബി കവിതയിൽ ഫാദിൽ വറ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ വിമോചകൻ എന്നാണ്. മനുഷ്യവർഗത്തിന്റെ വിമോചകനായി കുരിശിലേറിയവനാണ് യേശുക്രിസ്തു എന്ന് വിശ്വസിക്കുന്നു. ജൂതന്മാർ കൊന്നപ്പോൾ രക്ഷപ്പെടുത്താൻ ഈസാ നബിക്ക് സാധിച്ചില്ല. ബദറിൽ മരിച്ച ആളുകൾക്ക് വാളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. സ്വന്തം ജീവനെ വാളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയാത്ത ബദരീങ്ങളോടാണോ സഹായം തേടുന്നത്? അതാണ് അള്ളാഹു പറയുന്നത്, അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ സാധ്യമല്ല. സ്വന്തത്തെ സഹായിക്കാൻ കഴിയാത്ത ആളുകൾക്ക് പിന്നെ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുക? ഒരു ഉപദ്രവത്തെയും നീക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഒരു ഉപകാരത്തെയും നിങ്ങൾക്ക് വലിച്ചു കൊണ്ടുവരാനും സാധിക്കുകയില്ല. ഒരു ഉപദ്രവത്തെയും നീക്കി അതിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താനോ നീക്കണ്ട, ഒന്ന് മാറ്റിത്തരാനോ, അതാണ് തഹ്വീൽ. ഒരു തഹ്വീൽ ഒന്ന് മാറ്റിത്തരാനോ പോലും അവർക്ക് സാധ്യമല്ല. ഇങ്ങനെയൊക്കെ പച്ചയായി ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ ആയത്ത് കൂടി അതുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ അല്ലാഹു ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഖുർആനിൽ ഒരുപാട് ഉപമകളുണ്ട്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ളുരിബ മസലുൻ, ഒരു ഉദാഹരണം ഇതാ ഉദാഹരിക്കപ്പെട്ടിരിക്കുന്നു. ആരാ ഉദാഹരിക്കുന്നത്? അള്ളാഹു നമുക്കൊരു ഉദാഹരണം പറഞ്ഞു തരാൻ. ആരെക്കുറിച്ച്? അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരും ദുആ ചെയ്യപ്പെടുന്ന ആളുകളുടെയും ഉദാഹരണം എന്താണ്? ഫസ്തമിഊ ലഹ്, അതുകൊണ്ട് മനുഷ്യരെ, മുസ്ലിങ്ങളോടല്ല, മനുഷ്യരെ, ഞാൻ പറയുന്ന ഈ ഉദാഹരണം, അള്ളാഹു പറയുന്ന ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എന്താണത്? ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോട് ദുആ ചെയ്യുന്നുവോ, ഇവിടെ കല്ലും മരവുമല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ ആരെങ്കിലും ഇനി അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച് ജുമാ നടത്തി മഴക്ക് മുമ്പോ ശേഷമോ ഉള്ള തറപ്രസംഗത്തിലോ അത് ബിംബങ്ങളെക്കുറിച്ചാണ്, വിഗ്രഹങ്ങളെക്കുറിച്ചാണ്, കാഫിരീകളെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ അല്ല. അല്ലദീന തദഊന, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതെല്ലാം ആളുകളുണ്ടോ അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, ആ പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ ലൻ യഖ്ലുഖൂ ദുബാബ, ലോകം പടക്കണ്ട, ഞങ്ങളെ പടക്കണ്ട, ഒരു ഈച്ചയെ പോലും ഉണ്ടാക്കാൻ നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകൾക്ക് സാധ്യമല്ല. അള്ളാന്റെ വെല്ലുവിളിയാണ്. ഉണ്ടാക്കിയിട്ടില്ല. ഇനി വലവിജ്തമഊ ലഹു, അതിനുവേണ്ടി അവർ ഒരുമിച്ച് കൂടിയാൽ പോലും ലോകത്തുള്ള 33 കോടി ദൈവങ്ങളോ ത്രിയേകത്വത്തിന്റെ ആ ഒന്നും കൂട്ടിയാൽ 3 കൂടിയാൽ ഒന്നെന്ന തലതിരിഞ്ഞ ത്രിയേകത്വത്തിന്റെ വിശ്വാസമോ എല്ലാ ഔലിയാക്കന്മാരും അങ്ങനെ ലോകത്ത് അഖ്താബുകളും മശായിഖുമാരും അതുപോലെ തന്നെ വേറെ പല ദരജകളിലുമായി കുത്തുബുകളും കുത്തുബുൽ ആലമും, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സൂഫികളുടെ വിശ്വാസമാണ്. അങ്ങനെ ഈ ഭൂലോകം നിയന്ത്രിക്കാൻ, ലോകത്തിന്റെ 4 ഭൂഖണ്ഡങ്ങൾക്കായി നിയന്ത്രിക്കാൻ ക്രിസ്ത്യാനികൾ 4 അവരുടെ പിതാക്കന്മാരെ വെച്ചതുപോലെ
അഷ്ടദിക്കുകളെയും രക്ഷപ്പെടുത്താനായി ലോകത്തിന്റെ 4 ഭാഗങ്ങളിൽ നിരന്തരം യോഗം ചേർന്നുകൊണ്ടിരിക്കുന്ന, ലോകത്തെ നിയന്ത്രിക്കുന്ന ആളുകളുണ്ട് എന്ന് നമ്മുടെ നാട്ടിലെ സൂഫികളും അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരുമായ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചാൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാൽ പോലും ഒരു ഈച്ചയെ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. നോക്കൂ അള്ളാന്റെ വെല്ലുവിളി. എന്നിട്ട് അള്ളാഹ് പറയാൻ, അങ്ങനെ അവർക്കുണ്ടാക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ ആരോട് ദുആ ചെയ്യുന്നുവോ അവർക്ക് ഈച്ചയെ ഉണ്ടാക്കാൻ കഴിയില്ല. അവരിൽ നിന്ന് വല്ലതും തട്ടിക്കൊണ്ടുപോയാൽ ആ തട്ടിക്കൊണ്ടുപോയതിനെ തിരിച്ചു പിടിക്കാൻ ഈ ആളുകൾക്ക് സാധിക്കുകയില്ല. ആര് കൊണ്ടുപോയത്? ഈച്ച കൊണ്ടുപോയത്. ഈച്ചയെ ഉണ്ടാക്കാൻ കഴിയില്ല. ഈച്ച നിങ്ങളിൽ നിന്ന് വല്ലതും തട്ടിപ്പറിച്ചു കൊണ്ടുപോയാൽ അത് തിരിച്ചു പിടിക്കാൻ നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകൾക്ക് സാധ്യമല്ല. ഇപ്പൊ ജാറത്തിൽ തിരി കത്തിക്കുന്നു, എണ്ണ ഒഴിക്കുന്നു, ചന്ദനത്തിരി പുകയിക്കുന്നു, മെർക്കുറി ബൾബിനും LED ബൾബിനും താഴെ വിളക്ക് കത്തിക്കുന്നുണ്ട്. എന്തിനാണത്? വെളിച്ചം കിട്ടാനാണോ? അല്ല. അവിടെ തിരി കത്തിക്കുന്നു, പൊടി കത്തിക്കുന്നു, പുഷ്പാർച്ചന നടത്തുന്നു, അതുപോലെ തന്നെ പലതും അവിടെ സമർപ്പിക്കുന്നു. അമ്പലങ്ങളിലുണ്ട്, ചർച്ചുകളിലുണ്ട്, ഒക്കെണ്ട് ഏർപ്പാട്. ഈ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾക്കടുത്ത് നിന്ന് വല്ലതും ഒരു ഈച്ച തോണ്ടിക്കൊണ്ടുപോയാൽ, വിഗ്രഹത്തിന്റെ മേലെ ഒഴിക്കുന്ന നെയ്യിൽ നിന്ന് വല്ലതും ഈച്ച തിന്നാൽ തിരിച്ചു പിടിക്കാൻ വിഗ്രഹത്തിന് സാധിക്കുമോ? ജാറത്തിൽ കിടക്കുന്ന ഔലിയപ്പാപ്പന്റെ മുകളിലുള്ള നേർച്ച വസ്തുവിൽ നിന്ന് വല്ലതും ഈച്ച കൊണ്ടുപോയാൽ തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ? ഇല്ലെന്ന് അള്ളാഹുവാ പറയുന്നത്. എത്ര ജാരങ്ങൾ കുത്തിപ്പൊളിച്ചിട്ടുണ്ട്, എത്ര നേർച്ചപ്പെട്ടികൾ കള്ളം കൊണ്ടുപോയിട്ടുണ്ട്. തിരിച്ചു പിടിക്കാനോ ഇന്നവനാണ് കൊണ്ടുപോയത് എന്ന് പറയാനോ ഈ ആളുകൾക്ക് സാധിക്കുമോ? തന്റെ വീട്ടിൽ കള്ളം കയറിയത് എവിടെ പോയി എന്ന് പറയാനും തിരിച്ചു പിടിക്കാനുമാണ് ജാറത്തിൽ ആളുകൾ നേർച്ചയാക്കി ആ ജാറത്തിൽ കിടക്കുന്ന ആളോട് ചോദിക്കുന്നത്. ജാരം കെട്ടാൽ ആരോട് ചോദിക്കും? ജാരം കെട്ടാൽ ജാറത്തിൽ നേർച്ച കുറ്റി കെട്ടവൻ ആരോട് ചോദിക്കുന്നത്? അതിന് പിന്നെ കേസ് കൊടുക്കണം സ്റ്റേഷനിൽ, അല്ലേ? നമ്മളെ നാട്ടിൽ നമുക്കറിയാം, ഇന്ദ്രയിലെ സായിബാബക്ക് ആക്രമണം ഉണ്ടായി, ഭീഷണിയുണ്ടായി. അദ്ദേഹത്തിന്റെ അടുക്കലേക്കാണ് ആളുകൾ തേടിപ്പോകുന്നത്, അഭയം തേടിപ്പോകുന്നത്. പക്ഷേ തനിക്കെതിരെ കൊലവിളിയുണ്ടായപ്പോൾ സായിബാബ കേസ് കൊടുത്തത് പോലീസ് സ്റ്റേഷനില്ല. തന്റെ തടിയേക്കാക്കാൻ സായിബാബക്ക് സാധിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ പിന്നെ തൂക്കും കുന്തം ആവശ്യമുണ്ടോ? പോലീസ് എന്തിനാ? ജാറത്തിനെന്തിനാണ് കാവൽ? അമ്പലത്തിനെന്തിനാണ് കാവൽ? നേർച്ചപ്പെട്ടിക്ക് എന്തിനാണ് പൂട്ട്? ഒന്നും വേണ്ട, ഒരു കൊട്ട വെച്ചുകൊടുത്താൽ മതി, അതിൽ കിട്ടോളിയും. നേർച്ചപ്പെട്ടിയിൽ നിന്ന് ഔലിയപ്പാപ്പ അപ്പുറത്ത് കിടക്കുമ്പോൾ ഇപ്പുറത്ത് തൊപ്പിവെച്ച മുസ്ലിയാക്കളായ ആളുകൾ അതിൽ നിന്ന് ഇറുക്കി പിടിക്കുന്ന വീഡിയോ ഉള്ളാൾ തങ്ങളുടെ ജാറത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞ ഉദാഹരണം ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഈച്ച എന്ന് പറഞ്ഞ ചെറിയ സാധനമാണല്ലോ. ഈച്ച കൊണ്ടുപോയത് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയില്ല. എന്നിട്ട് അള്ളാഹ് പറയാൻ, ലഉഫത്ത് ത്വാലിബു വൽ മത്ലൂബ്. എത്ര നല്ല ഉദാഹരണമാണ്. ലഉഫത്ത് ത്വാലിബു വൽ മത്ലൂബ്. അള്ളാഹു അല്ലാത്ത ആളുകളോട് കാര്യം തേടുന്നവർ, ഉപകാരം ചോദിക്കുന്നവരും ഉപദ്രം തടുക്കുന്നവരും ആരോട് ചോദിക്കുന്നുവോ ഈ 2 കൂട്ടരും എത്ര ദുർബലർ. ഇതുപോലെ ദുർബലൻ വേറെ ആരുണ്ടോ? ചോദിക്കുന്നവൻ ദുർബലൻ, ആരോട് ചോദിക്കുന്നുവോ ദുആ ചെയ്യുന്നുവോ ഇവരും ദുർബലരത്രേ. അപ്പൊ എത്ര വലിയൊരു വിഡ്ഢിത്തം വേറെയുണ്ടോ എന്നാണ് ആയത്തോർത്ത് വെച്ച സൂറത്തു ഹജ്ജിലെ 73-ാമത്തെ ആയത്ത്. ഇതിനേക്കാൾ വലിയൊരു ഉദാഹരണം വേറെ വേണ്ട. ഒരൊറ്റ കാര്യം കൂടി, സൂചനകൾ മാത്രം. ഏത് മതക്കാരനാണെങ്കിലും പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? ഈ പറഞ്ഞ 2 കാര്യങ്ങൾക്കാ. ഉപകാരം കിട്ടാൻ, ഉപദ്രവങ്ങൾ നീങ്ങിപ്പോകാൻ. ഇത് രണ്ടാളുള്ള മനുഷ്യന്റെ ആവശ്യം. നമുക്ക് ചില കാര്യങ്ങൾ കിട്ടാനുണ്ട്, വന്ന ചില കാര്യങ്ങൾ പോകാനുണ്ട്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ചില കാര്യങ്ങളെ തടുക്കേണ്ടതുണ്ട്. ഇതിനാണ് പ്രാർത്ഥന. ആര് ഏത് മതക്കാരൻ എന്തിനോട് പ്രാർത്ഥിച്ചാലും അത് അള്ളാഹിനോട് ചോദിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി പ്രവാചകന്മാർ നടത്തിയ പ്രാർത്ഥനയുണ്ട്. അതാരോടാ? അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു ഔലിയപ്പാപ്പനോടോ ജീവിച്ചിരിക്കുന്നവനാകട്ടെ മരിച്ചവനാകട്ടെ ആരോടെങ്കിലും ഒരു ദുആയെങ്കിലും നടത്തിയതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണിക്കാൻ സാധിക്കുകയില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല, ആയത്തിന്റെ നമ്പർ പറയാം, പ്രവാചകന്റെ പേരും പറയാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, സൂറത്തുൽ അഅറാഫ് 23-ാമത്തെ ആയത്ത്. ആദം നബിക്ക് പറ്റിയ അബദ്ധം എന്താ? ഒരു മരത്തിൽ നിന്ന് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു ആദമിനോടും ഹവ്വായിനോടും. ആ മരത്തിൽ നിന്ന് പറിച്ചു തിന്നു, തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്തപ്പോ ആദം നബി ആരോടാ പ്രാർത്ഥിച്ചത്? റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും. ആദം നബി ആരോടാ പ്രാർത്ഥിച്ചത്? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. നമ്മൾ പാപം പൊറുക്കാൻ ആരോട് പ്രാർത്ഥിക്കുന്നു? നബിയോട് ചോദിക്കുന്നു, വേറെ പലരോടും ചോദിക്കുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ മകൻ കേട്ടില്ല, കപ്പലുണ്ടായി, വെള്ളം പൊങ്ങി, തുരുതുരാ മഴ പെയ്തു, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും 2 ഭാഗത്തും ഒരുപോലെ വെള്ളം.
മലകൾക്ക് മീതെ എത്താൻ മാത്രം തിരവേർന്നു, വെള്ളം പൊങ്ങി. തൊട്ടപ്പുറത്ത് മലമുകളിൽ നൂഹ് നബിയുടെ പുത്രൻ, കപ്പലിൽ നൂഹ് നബി, പറഞ്ഞത് കേട്ടില്ല, വെള്ളത്തിൽ മുങ്ങിച്ചത്തു നൂഹ് നബിയുടെ മകൻ. അതിനുശേഷം നൂഹ് നബി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എന്റെ പുത്രൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, നിന്റെ ഒരു വാഗ്ദാനമുണ്ടല്ലോ, അത് ഹക്കല്ലേ എന്നതുകൊണ്ട് അവനെ രക്ഷപ്പെട്ടില്ലല്ലോ എന്നാണ് നൂഹ് നബിയുടെ സങ്കടം. അത് ചോദിച്ചു, അത് അല്ലാഹു തിരുത്തി കൊടുത്തു. അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, കാരണം നീ മുസ്ലിമാണ്, അവൻ നിന്റെ മതക്കാരനല്ല. അപ്പൊ നിന്റെ കുടുംബം എന്ന് പറയണ്ട, അവൻ നിന്റെ പുത്രനാണ്, പക്ഷെ നിന്റെ അഹിലല്ല. അപ്പൊ അവിടെ നൂഹ് നബി പ്രാർത്ഥിച്ചത് ആരോടാ? അള്ളാഹുവിനോട്. ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്കയിൽ ഇസ്മായിലിനെയും അലൈഹിസ്സലാം, ഹാജർ അലൈഹിസ്സലാം രണ്ടുപേരെയും ഒന്നുമില്ലാത്ത മൊട്ടക്കുന്നും പാറകളും കരിമ്പാറക്കൂട്ടകളും മാത്രമുള്ള ആൾതാമസമോ കൃഷിയോ കച്ചവടമോ സൂപ്പർ മാർക്കറ്റോ കൂൾബാറോ ഒരു കിണറോ പോലുമില്ലാത്ത സ്ഥലത്ത് ഈ രണ്ടുപേരെ കൊണ്ടുപോയി പാർപ്പിച്ചു. മുല കുടിക്കുന്ന കുട്ടി, മുല കൊടുക്കുന്ന ഉമ്മ, ഏതാനും കാരക്കച്ചുളകൾ, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും. അത് തീർന്ന ഒന്നും കിട്ടാനില്ല. ഇബ്രാഹിം നബി തിരിച്ചു നടക്കുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എന്റെ സന്താനങ്ങളിൽപ്പെട്ട ചിലരെ കൃഷിഭൂമികളില്ലാത്ത പഴവർഗ്ഗങ്ങളില്ലാത്ത ഈ കഅബാലയത്തിന്റെ അടുക്കൽ ഇതാ ഞാൻ പാർപ്പിച്ചു പോകുന്നു. ഇബ്രാഹിം നബിന്റെ മുമ്പേ ഒരുപാട് നബിമാർ മരിച്ചുപോയിട്ടുണ്ട്, പാപ്പാപ്പമാർ മരിച്ചുപോയിട്ടുണ്ട്. പാരമ്പര്യവാദം പറഞ്ഞില്ല, സ്വാലിഹീങ്ങളെ വിളിച്ചു തേടിയില്ല. മറിച്ച് അല്ലാഹുവേ, ഞാൻ ഇതാ ഇവിടെ പാർപ്പിച്ചു പോകുന്നു, നീ അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്. ആരോടാ പ്രാർത്ഥിച്ചത്? അള്ളാഹുവിനോട്. നമ്മൾ ആരോടാ റിസ്ക് ചോദിക്കുന്നത്? അള്ളാഹു അല്ലാത്തവരോട്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്താനമുണ്ടായില്ല. നമുക്ക് സന്താനമില്ലെങ്കിൽ ജാരത്തിലേക്ക് നേർച്ച. തമിഴ്നാട്ടിൽ, കർണാടകയിലാണെന്ന് തോന്നുന്നു, എന്താണ് സാറാമ സൂറാമ, ഏർവാടി നാഗൂരോ, അവിടെ രണ്ട് തൊട്ടിലുണ്ട്, ഒന്ന് സാറാമ മറ്റത് സൂറാമ. ഒന്ന് മുസ്ലിങ്ങൾക്ക്, മറ്റൊരു അതിൽ ആടിയാൽ കുട്ടികൾ ഉണ്ടാകുന്നാണ്. ആ തൊട്ടിലിൽ ആടിയാൽ കുട്ടികൾ ഉണ്ടാകും. സക്കരിയ നബി ആരോടാ പ്രാർത്ഥിച്ചത്? സൂറത്ത് മറിയമിലെ അംബിയായിലെ 89-ാമത്തെ വചനം സൂറത്ത് മറിയമിലും കാണാം. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ലാ തദർനി ഫർദാ, എന്നെ നീ ഒറ്റയ്ക്ക് വിടല്ലേ, എനിക്കൊരു പാരമ്പര്യം ഇവിടെ നിലനിൽക്കണം. എന്തിനാ? എന്റെ സ്വത്ത് നോക്കാനല്ല, മറിച്ച് ഞാൻ പഠിപ്പിച്ച ആശയം പഠിപ്പിക്കാൻ, ഖൈറുൽ വാരിസീൻ, എന്റെ ഈ ആദർശത്തെ അനന്തരമെടുക്കുന്നവർ ഉണ്ടാകാൻ എന്നെ നീ ഒറ്റയ്ക്ക് വിടരുത്, എനിക്കൊരു പിൻഗാമിയെ തരണം. മക്കളെ ചോദിച്ചത് ആരോട്? സാറാമ സൂറാമ തൊട്ടില്ലാടിയില്ല, നേർച്ചയാക്കിയില്ല, വഴിപാട് നടത്തിയില്ല. അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവിനോട് ചോദിച്ചു. കാരണം കുട്ടികളെ തരുന്നവൻ അള്ളാഹുവാൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാടുവിട്ട് മദീനയിലെത്തി. അവിടെ ഒന്നുമില്ലാതെ ദുഃഖിതനായി ഒരു കുളക്കരയിലിരുന്നു. വെള്ളം കിട്ടണം, ഭക്ഷണം കിട്ടണം, തണല് കിട്ടണം. അവിടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നു. അവിടെ അദ്ദേഹം മാറി നിൽക്കുകയാണ്. അവിടെ രണ്ട് പെണ്ണുങ്ങൾക്കും അവരുടെ ആടുകൾക്കും അദ്ദേഹം വെള്ളം കൊടുത്തു. എന്നിട്ട് ഒരു മരച്ചുവടിലേക്ക് അദ്ദേഹം പോയിരുന്നു. എന്നിട്ട് മൂസാനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, റബ്ബേ, എനിക്ക് നീ ഇറക്കി തന്ന ഏതൊരു ഖൈറുണ്ടോ അതിലേക്ക് ഞാനിതാ ആവശ്യക്കാരനാകുന്നു. എനിക്ക് ഇവിടെ വേറെ ആരുമില്ല, നീയാകുന്നു. നീ തരുന്ന റഹ്മത്തിന് ഞാൻ ആവശ്യക്കാരനാണ്. അല്ലാഹുവേ തരണേ. നോക്കണം, മൂസാ നബി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗം ബാധിച്ച് മക്കൾ മരിച്ചു, കുടുംബം മരിച്ചു, അതുപോലെ തന്നെ സമ്പത്ത് നശിച്ചു, രോഗം കൊണ്ട് വികൃതമായി ചീഞ്ഞ് പഴുത്തു, ആളുകൾ അടുക്കാത്ത അവസ്ഥയിൽ അയ്യൂബ് നബിക്ക് രോഗം ബാധിച്ചു. ഖുർആൻ പറഞ്ഞ കഥയാണ്, ഹദീസുകളിൽ ഉള്ളതാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. ഈ രോഗഘട്ടത്തിൽ രോഗം മാറാൻ തനിക്ക് മുമ്പ് മരിച്ചുപോയ ഔലിയാക്കളുണ്ട്, പ്രവാചകന്മാരുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, ശുഹദാക്കളുണ്ട്. അവരെ ആരെയും ദയാളന്മാരാക്കിയോ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടോ അവരോട് നേരിട്ടോ ചോദിച്ചില്ല. മറിച്ച് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് അന്നീ മസ്സനിയൽ ളുർറു വഅൻത അർഹമുർ റഹീമീൻ, എനിക്കെമ്പാടും ഉപദ്രവമേറ്റിട്ടുണ്ട്, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണാവാരിധിയാകുന്നു. സൂറത്ത് അംബിയായിലെ 83-ാമത്തെ വചനം. യൂസുഫ് നബിയുടെ കഥ നമുക്കറിയാം. ആ യൂസുഫ് നബി ഈജിപ്തിലെ ഭരണാധികാരിയായി, കിണറ്റിൽ കൊണ്ടുപോയിട്ട് ആള് രക്ഷപ്പെട്ട് ഈജിപ്തിലെത്തി ഭരണാധികാരിയായി. ആ യൂസുഫ് നബി നേരത്തെ പറഞ്ഞ ഫാത്തിറസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായവനെ, അന്ത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ, എന്റെ വലിയ മടവൂരല്ല, എന്റെ വലിയ മുഹമ്മദ് നബിയല്ല, എന്റെ വലിയ ദുനിയാവിലും ആഖിറത്തിലും നീയാകുന്നു. അതുകൊണ്ട് എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണമേ, സാലിഹീങ്ങളോട് ചേർക്കണമേ. ആരുടെ പ്രാർത്ഥന? അള്ളാഹുവിനോടാണ്. ഒറ്റൊന്നുകൂടി ഈസാ നബിയെ അന്നാട്ടിലെ ജനങ്ങൾ വെല്ലുവിളിച്ചു, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ആകാശത്ത് നിന്ന് ഒരു ഭക്ഷണ തളിക ഇറക്കിത്തരണം. ഈസാ നബിയോ ഞാൻ തരാം എന്ന് പറഞ്ഞോ? ഇല്ല. ഈസാ നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. സൂറത്തുൽ മായിദ, ആ സൂറത്തിന്റെ പേര് മായിദ എന്നാണ്, ഭക്ഷണ തളിക എന്നതിന്റെ പേര്. 114-ാമത്തെ വചനം. അള്ളാഹുവേ, ഞങ്ങൾക്കുമേൽ ആകാശത്ത് നിന്ന് നീ ഒരു മായിദ ഭക്ഷണത്തളിക ഇറക്കിത്തരണമേ.
അത് ഞങ്ങൾക്കൊരാഘോഷമായും ഞങ്ങളിലെ ആദ്യത്തവർക്കും അവസാനത്തവർക്കും നിന്നിൽ നിന്നുള്ള ദൃഷ്ടാന്തമായും നീ ഇറക്കിത്തരണം, ഞങ്ങൾക്ക് നീ വിഭവങ്ങൾ നൽകണം. വാന്ത ഖൈറുർ റാസിഖീൻ, വിഭവം നൽകുന്നവരിൽ ഉത്തമൻ നീയാകുന്നു. അപ്പൊ നോക്കൂ, ഇങ്ങനെ അമ്പിയാക്കളുടെ എല്ലാം പ്രാർത്ഥനകൾ, അള്ളാഹുവിനോടല്ലാത്ത ഒരു പ്രാർത്ഥനയും ഖുർആനിലോ ഹദീസിലോ കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവരൊക്കെ മുസ്ലിമാവുകയില്ല. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചവനെ, ദുആ ചെയ്തവനെ മുസ്ലിമാവുകയുള്ളൂ. ഇതാണ് മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനിൽ ഭരമേൽപ്പിക്കുകയും അവന് നേർച്ചയാക്കുകയും എല്ലാ ദ്വാകളും അവന് സമർപ്പിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിലായി നാളെ പരലോകത്ത് ഈ അമ്പിയാക്കളുടെയും മുസ്ലിങ്ങളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും മുത്തഖീകളുടെയും പുണ്യവാളന്മാരുടെയും കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് പ്രയാസമുണ്ടാകും, ഉൾക്കൊള്ളാൻ വിഷമമുണ്ടാകും, മനസ്സിന് ചില സങ്കുചിത്വമുണ്ടാകും. പക്ഷെ ഇത് അള്ളാഹുവിന്റെ ദീനാണ് എന്നതുകൊണ്ട് അത് പഠിക്കാൻ തയ്യാറാവുക, മനസ്സിലാക്കാൻ തയ്യാറാവുക. ദുനിയാവും പരലോകവും നഷ്ടപ്പെടുന്ന, ഒരിക്കലും പൊറുക്കപ്പെടാത്ത അള്ളാഹു അല്ലാത്തവരുടെ ദുആ എന്ന ഒരു കാര്യം ചെയ്യാതിരിക്കാൻ പഠിക്കുക, മനസ്സിലാക്കുക.